ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലൗസിൽ എങ്ങനെയാണ് ലൈനിങ് വെക്കുക എന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ലൈനിങ് വെക്കുക എന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നമ്മൾ ലൈനിങ്ങും ഉണ്ട്, ബ്ലൗസ് പീസ് കട്ട് ചെയ്ത പീസും ഉണ്ട്. അത് ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക, വെച്ച് കൊടുക്കുക. കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിനായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പീസ് എക്സ്ട്രാ കൊടുത്തത്, അപ്പോൾ അത്ര ഗ്യാപ്പിൽ വേണം നമ്മൾ നമ്മുടെ ലൈനിങ് ബ്ലൗസിൻ്റെ മേലെ വെച്ച് കൊടുക്കാനായിട്ട്. കറക്റ്റായിട്ട് നെക്കും ആം ഹോളും എല്ലാവിടെയും കറക്റ്റാക്കി ഒതുക്കി വെച്ചതിന് ശേഷം നെക്കൊക്കെ ക്ലിയറായിന്, നമുക്ക് ആം ഹോളും ഒക്കെ നമ്മുടെ ലൈനിങ് വെച്ച് ക്ലിയറായിന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മളിത് ഇതുപോലെ സെൻറ്ററിലൂടെ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ലോങ് സ്റ്റിച്ച് ഇടണം, അത് നിങ്ങൾ ഇടാതിരിക്കരുത്. ആ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ലൈനിങ് ഇരുത്തുകയാണെങ്കിൽ കറക്റ്റാക്കി വരും. നമ്മുടെ ലൈനിങ്ങും പൊന്തി നിൽക്കില്ല, അല്ലെങ്കിൽ താഴെ മേലെ ആക്കി അങ്ങനെ ഒന്നും നിൽക്കില്ല, കറക്റ്റായിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ ആം ഹോളും സൈഡും ഒക്കെ ഇതുപോലെ അരികത്തോടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആ സ്റ്റിച്ച് ഇടുന്നത് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ കൂടുതലാവരുത്, കൂടാതെ തന്നെ കറക്റ്റാക്കി അതിലും കുറവാക്കി അരികത്തൂടെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആ സ്റ്റിച്ചും നമ്മുടെ ലോങ് സ്റ്റിച്ച് തന്നെ ഇരിക്കട്ടെ. അഥവാ എന്തെങ്കിലുമൊക്കെ ചെറിയ പൊന്തലോ താഴോ അങ്ങനെയൊക്കെ വന്നാൽ നമുക്കത് അഴിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ടിലും ഇതുപോലെ നമ്മൾ ലൈനിങ് ഇരുത്തുകയാണ്. അതേപോലെ തന്നെ കറക്റ്റാക്കി ചുളുവാതെ നമ്മൾ കൈവച്ച് ഒന്ന് നേരെ വെച്ചതിന് ശേഷം നമ്മളിതുപോലെ ഫസ്റ്റ് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ബാക്കി എല്ലാ ഭാഗത്തും അതുപോലെ അതായത് 1/4 ഇഞ്ചിലും കുറവായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആ സ്റ്റിച്ച് ലോങ് സ്റ്റിച്ച് തന്നെ ഇടണം. അപ്പോൾ ഞാനിത് ഇവിടെ ലൈനിങ് ഇരുത്തിയിട്ടുണ്ട്, ബാക്കിലും ഫ്രണ്ടിലും ലൈനിങ് ഇരുത്തി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ലൈനിങ് ഇരുത്തിയിരിക്കുന്നത്. ഇനി ഞാൻ ഈ തുമ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്, കട്ടിങ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈനിങ്ങിലൊന്നും തട്ടരുത്, തട്ടാതെ നമ്മൾ നമ്മുടെ വേസ്റ്റ് പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുക. പതുക്കെ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സെൻറ്ററിൽ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ബാക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെറുതും വലുതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ചിലപ്പോൾ നമ്മുടെ വഴിക്ക് പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ബ്ലൗസ് പീസൊക്കെ ഒരുപാട് നൈസായ തുണിയൊക്കെ ആയിരിക്കും നമ്മൾ സാരിയിൽ നിന്നൊക്കെ വിത്ത് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ കട്ടിങ് പീസൊക്കെ വേസ്റ്റൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ അരികത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത്. പിന്നെ കട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ലൈനിങ്ങിലൊന്നും തട്ടരുത്, തട്ടാതെ പതുക്കെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മളുടെ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അരികത്തൂടെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് 1/4 ഇഞ്ച് പോലും തയ്യൽ തുമ്പ് വിട്ടിട്ടില്ല, 1/4 ഇഞ്ച് വിടരുത്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ലൈനിങ് എത്തിയതൊക്കെ കറക്റ്റാക്കി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിലിട്ട ലോങ് സ്റ്റിച്ച് മാത്രം വലിച്ച് കളയുക. അപ്പോൾ നമ്മുടെ ലൈനിങ്ങൊക്കെ പക്ക ഒരു കുഴപ്പവും ഉണ്ടാവില്ല, വൃത്തിയായിട്ട് വന്നിട്ടുണ്ടാവും. ഇതുപോലെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ സെൻറ്ററൊന്നും മാറിപ്പോവില്ല. എന്നിട്ട് അടുത്തത് ബാൻഡ് വെക്കണം. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ബാൻഡ്, ഇത് ലൈനിങ്ങിൻ്റെയാണ്. പിന്നെ ഞാൻ എക്സ്ട്രാ ഇവിടെ ഒരു 4 പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വെക്കുക എന്നുള്ളത് ശ്രദ്ധിച്ച് കാണുക. എക്സ്ട്രാ 4 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിയിൽ ബ്ലൗസ് പീസ് വേണമെങ്കിൽ വെക്കാം, ബാൻഡ് വേണമെങ്കിൽ വെക്കാം, ഏതാണോ വെക്കേണ്ടത് അത് വെക്കാം. ഇതുപോലെയാണ് ഞാനിപ്പോൾ ലൈനിങ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഞാൻ ലൈനിങ് വെച്ചിട്ടുണ്ട്. ഈ ലൈനിങ് വെച്ചതിന് ശേഷം ഈ ലൈനിങ്ങിൻ്റെ അടിയിലാണ് ഒരു എക്സ്ട്രാ പീസ് കൊടുത്തിരിക്കുന്നത്. ലൈനിങ്ങിൻ്റെ അടിയിൽ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. 4 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്, ഇത് 2ൻ്റെ അടിയിൽ ഓരോ പീസ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടും ഇതുപോലെ ചേർത്ത് വെക്കുക. അതായത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് അടയാളപ്പെടുത്തണം എന്നുള്ളത്. ആ ഫ്രണ്ടും ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇതിൻ്റെ മേലെ ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ്, അതായത് ഒറിജിനൽ പീസ് ഇതാണ്. അപ്പോൾ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെയും ഇനി ബാക്കി 2 പീസ് കൂടെ ഉണ്ട്. അതായത് ഇത് തുണി നല്ല നൈസായ തുണിയാണ്, അതുകൊണ്ട് നമുക്ക് 4 പീസ് തന്നെ എക്സ്ട്രാ വേണം.
അതും ഇതുപോലെ ബാക്കി 2 പീസുള്ളതും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അടിയിൽ എക്സ്ട്രാ പീസ്, പിന്നെ നമ്മുടെ ലൈനിങ് പീസ്, പിന്നെ ബ്ലൗസ് പീസ്, പിന്നെ എക്സ്ട്രാ പീസ്. അപ്പോൾ ഇതുപോലെയാണ് 2 ബാൻഡിലും വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് 4 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 ഇഞ്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 4 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാൻഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ സെൻറ്ററിൽ വരുന്നത് നമ്മുടെ ഒറിജിനൽ ബ്ലൗസ് പീസും പിന്നെ നമ്മുടെ ബ്ലൗസിലുള്ള ലൈനിങ് പീസുമാണ് സെൻറ്ററിൽ വരുന്നത്. ഇതുപോലെ ബ്ലൗസ് പീസും ലൈനിങ് പീസും ആണ് വരുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരിക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഫ്രണ്ടും ഇതുപോലെ ഒരു വശത്ത് തന്നെ വരണം. ഒരു വശത്ത് തന്നെ വരണം, ഇത് തിരിയരുത്. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് അയൺ ചെയ്യുക. അതായത് ഇങ്ങനത്തെ തുണിയൊക്കെ ആയതുകൊണ്ട് ഒന്ന് അയൺ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ നമ്മുടെ വേസ്റ്റ് തുമ്പൊക്കെ എങ്ങനെ നമ്മൾ കട്ട് ചെയ്താലും കുറച്ചൊക്കെ വേസ്റ്റ് തുമ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അയൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് ഒന്ന് വിരലുകൊണ്ട് ഇങ്ങനെ ബാൻഡിൻ്റെ ആ സെൻറ്ററിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തവിടെ വിരലുകൊണ്ടൊന്ന് ഇങ്ങനെ കൈ കൊണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബാൻഡിൻ്റെ അരികത്തൂടെ ഒരു മേൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ബാൻഡിൻ്റെ അരികത്തൂടെ, അതായത് ലൈനിങ് പീസിലാണ് നമ്മൾ മെയിൽ സ്റ്റിച്ച് ഇടേണ്ടത്, അത് മറക്കാതെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മെയിൽ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. എന്തായാലും നമ്മൾ ഈ 4 പീസൊക്കെ എക്സ്ട്രാ കട്ട് ചെയ്ത് ഒക്കെ ഇങ്ങനെ ഒന്ന് ബാൻഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുമ്പോഴേക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പിന്നെ ബ്ലൗസൊന്നും 4 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി വെക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് ബാൻഡൊക്കെ ഒന്ന് അയൺ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഈ ബാൻഡിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതും സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് അഴിച്ച് കളയേണ്ട സ്റ്റിച്ചാണ്. അപ്പോൾ അഴിച്ച് കളയേണ്ട സ്റ്റിച്ചൊക്കെ നിങ്ങൾ ഇടുമ്പോൾ അതൊക്കെ ലോങ് സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. ബാൻഡൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാൻഡ് വെച്ചതും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അപ്പോൾ നമ്മുടെ ബാൻഡ് ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാൻഡ് വെക്കുന്നത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ ബാൻഡ് മാത്രം വെക്കുന്നത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. എന്നിട്ട് ഇതുപോലെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസും ബാൻഡിൻ്റെ ഫ്രണ്ട് പീസുമാണ് നമ്മൾ ഇതേപോലെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് ടക്ക് ഇട്ടതിന് ശേഷം. അപ്പോൾ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇന്നും വീഡിയോ പ്രശ്നം, സോറി. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ബ്ലൗസ് ഇതുപോലെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച്, അതായത് ബാൻഡ് ഫ്രണ്ട് പീസിലോട്ട് വെച്ചപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. 4 ഇഞ്ച് പിടിച്ചിട്ട് ഇതുപോലെ വന്നിട്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ തയ്യൽ തുമ്പ് പുറത്ത് കാണാതിരിക്കാൻ, അതായത് അടിവശത്തെ തയ്യൽ തുമ്പ് പുറത്ത് കാണാതിരിക്കാൻ നമ്മളിത് ഇതുപോലെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഈ ഷോൾഡർ മുതൽ ഇങ്ങനെ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ അടിയത്തെ ബാൻഡും മേലത്തെ ബാൻഡും ഇതേപോലെ 4 ഇഞ്ച് അകലത്തിൽ, അതായത് ഉള്ളിലത്തെ ടക്ക് പീസോ ബ്ലൗസിൻ്റെ ബോഡി പീസോ ഇതൊന്നും തട്ടാതെ ഒരേ അളവിൽ 4 ഇഞ്ച് അകലത്തിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഈ ടക്ക് പീസിലൊന്നും സ്റ്റിച്ച് തട്ടരുത്. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ മേലെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ ഇതുപോലെയാണ് വരിക. ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പുറത്തെടുക്കാം. ഞാൻ പുറത്തെടുത്തപ്പോൾ ഇതുപോലെയാണ് ഫൈനൽ ലുക്ക്. ബാൻഡ് വെച്ചത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് മേൽഭാഗം, ഇതാണ് അടിഭാഗം.
അടിഭാഗത്ത് ഇതുപോലെ തയ്യൽ തുമ്പൊന്നും കാണാതെ വൃത്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. കൂടുതൽ എനിക്ക് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഇവിടെ മഴയാണ്, കറണ്ടില്ല, വീഡിയോയിൽ വെളിച്ചം ഇല്ലാത്തത് കൊണ്ട് ഞാനപ്പോൾ ഇത്ര ചെയ്തിട്ട് മതിയാക്കാമെന്ന് വിചാരിച്ചു. ഇനിയും അടുത്ത ഓരോ വീഡിയോയിൽ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.